Hi there and welcome back once again. So, ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് CSS ഡിസ്പ്ലേ വിസിബിലിറ്റി പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഡിസ്പ്ലേ പ്രോപ്പർട്ടിയും വിസിബിലിറ്റി പ്രോപ്പർട്ടീസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ വെബ്സൈറ്റുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് വിഡ്ത്ത് ഹൈറ്റ് പോലത്തെ പ്രോപ്പർട്ടി പോലെ തന്നെയാണ് ഡിസ്പ്ലേ പ്രോപ്പർട്ടിയും. ഓക്കെ, നമ്മൾ CSSൽ എന്തൊരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഇപ്പോൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം, അതിനെല്ലാത്തിനും വിഡ്ത്ത് ഹൈറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇതുപോലെ ആങ്കർ ടാഗിലും വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് വിഡ്ത്ത് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അതും കൂടെ പ്രോപ്പറായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ആങ്കർ ടാഗ് ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്പ്ലേ ആൻഡ് വിസിബിലിറ്റി പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സാധനം ഇത്, അതായത് ഞാൻ ഈ ബട്ടൺ മാത്രമായിട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേ അതുപോലെ തന്നെ വിസിബിലിറ്റി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ബട്ടൺ മുകളിൽ ക്രിയേറ്റ്, അപ്പോൾ നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ബട്ടന് വേണ്ടി മാത്രം ഞാനൊരു പ്രോപ്പർട്ടി കൊടുക്കുകയാണ്, അതായത് ഈ ഒരു ബട്ടണിന് വേണ്ടി മാത്രം ഞാനൊരു പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ബട്ടന് വേണ്ടി മാത്രം പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ ബട്ടൺ സെലക്ടർ മാത്രം ഉപയോഗിക്കാം, അതിന് മാത്രമായിട്ട് പ്രോപ്പർട്ടി. ഇത് ഈ രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. അതായത് ഈ കാണുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ബട്ടനും അതുപോലെ തന്നെ ആങ്കർ ടാഗിനും കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഞാനിപ്പോൾ പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുന്നത് ബട്ടന് മാത്രമാണ്, അതായത് ഈ കാണുന്ന ബട്ടന് മാത്രമാണ്. ഓക്കെ, ആദ്യത്തെ ബട്ടൺ ഇത് ആക്ച്വലി ആങ്കർ ടാഗാണ്, ഇത് ബട്ടൺ അല്ല. നമ്മളിവിടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ കാര്യം തന്നെയാണ്. ഓക്കെ, അതായത് ഈ ആങ്കർ ടാഗാണ് ഇവിടെ രണ്ടാമതിരിക്കുന്നത്. ഓക്കെ, ഇനി ആദ്യമായിട്ട് ഞാൻ ഇതിന് പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുന്നത് വിസിബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, വിസിബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, വിസിബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊളാപ്സ്, ഹിഡൻ എന്ന് പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസ്, വാല്യൂസ്, അതുപോലെ ഒരു വിസിബിൾ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന രണ്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഹിഡനും ആൻഡ് വിസിബിളും ആണ്. ഓക്കെ, വിസിബിൾ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഡീഫാൾട്ട് ആയിട്ടുള്ളത്, ഇത് കാണാൻ പറ്റും. വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വിസിബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീഫാൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, നമുക്കിത് കാണാൻ പറ്റും, അതായത് യൂസറിന് അത് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഹിഡൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ കൊളാപ്സ് പ്രോപ്പർട്ടിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. വിസിബിലിറ്റി ഹിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹിഡൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ആ ഒരു എലമെന്റ് ഉണ്ട്, പക്ഷെ അത് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ കേഴ്സർ പോയിന്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇതിനും കേഴ്സർ പോയിന്റർ ആണ് വരുന്നത്. പക്ഷേ ഇവിടെ കേഴ്സർ വെച്ചാൽ പോലും പോയിന്ററായിട്ട് മാറുന്നില്ല, ആ ഒരു എലമെന്റ് അവിടെ ഉണ്ട്, പക്ഷേ ഹൈഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് വിസിബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഡിസ്പ്ലേ എന്ന് പറഞ്ഞ മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്. പല ഇൻ്റർവ്യൂസിലും ചോദിക്കുന്ന ചോദ്യമാണ് വിസിബിലിറ്റിയും ഡിസ്പ്ലേ, അതായത് വിസിബിലിറ്റി ഹിഡനും ഡിസ്പ്ലേ നണ്ണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, CSSലുള്ള ഒട്ടുമിക്ക ഇൻ്റർവ്യൂസിലും ചോദിക്കും, കാരണം ഇത് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ്. വിസിബിലിറ്റി ഹിഡൻ എന്ന് കൊടുത്തു, അതുപോലെ തന്നെ ഡിസ്പ്ലേ നണ്ണ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിക്കും. അപ്പം ഞാനിപ്പം ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാമാണ്. ഡിസ്പ്ലേ എന്ന് കൊടുത്തിട്ട് ബ്ലോക്ക്, ഇൻലൈൻ ബ്ലോക്ക്, ഇതിനെക്കുറിച്ച് ഈ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസിനെ കുറിച്ച് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാം ഇതുണ്ട്, ഇതെല്ലാം ഡിസ്പ്ലേയുടെ പ്രോപ്പർട്ടീസാണ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. പക്ഷേ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഡിസ്പ്ലേ നൺ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഒരു എലമെൻറ്റ് അവിടെ ഇല്ല, അതായത് ആ എലമെൻറ്റിൻ്റെ സ്പേസ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എലമെൻറ്റ് അവിടെ ഉണ്ടാവത്തില്ല, അങ്ങനെ ഒരു എലമെൻറ്റ് ഉണ്ടായിരിക്കില്ല, ആ ഒരു എലമെൻറ്റ് ഇവിടെ കാണിക്കത്തില്ല. ഓക്കെ, ആക്ച്വലി CSS കോഡിൽ അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട്, പക്ഷേ അത് HTML പേജിൽ റെൻഡർ ആവത്തേ ഇല്ല ഡിസ്പ്ലേ നൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ വിസിബിലിറ്റി ഹിഡൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എലമെന്റ് ആക്ച്വലി അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതായത് യൂസറിന് കാണാൻ പറ്റത്തില്ല. ആ ഒരു എലമെന്റ് അവിടെ ഉണ്ട്, പക്ഷേ യൂസറിന് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനിവിടെ വിസിബിലിറ്റി ഹിഡൻ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, വിസിബിലിറ്റി ഹിഡൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ നണ്ണ് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്കിതുപോലെ കമൻറ്റ് ആക്കുകയും ചെയ്യാം. എന്തെങ്കിലും ഒരു ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആക്കി ഇട്ട് കൊടുത്താൽ മതി. വിസിബിലിറ്റി ഹിഡൻ എന്ന് കൊടുത്തപ്പോൾ ആ ഒരു എലമെൻറ്റിൻ്റെ സ്പേസ് ഇവിടെ അക്വയർ ചെയ്തിട്ടുണ്ട്, ആ ഒരു എലമെൻറ്റ് ആക്ച്വലി ഇവിടെ ഉണ്ട്, പക്ഷേ യൂസറിന് കാണാൻ പറ്റത്തില്ല, ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, യൂസറിന് കാണാൻ പറ്റുമെങ്കിൽ മാത്രമേ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടും പ്രത്യേകിച്ച് യൂസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതായത് ഇവിടെ ഈ ഒരു ഹോവറിൽ, അതായത് കേഴ്സർ പോയിന്റർ എന്ന് പറഞ്ഞ് നമ്മൾ ബട്ടനും അതുപോലെ തന്നെ ആങ്കർ ടാഗിനും കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇൻ കേസ് വിസിബിലിറ്റി ഹിഡൻ ആയി കഴിഞ്ഞാൽ കേഴ്സർ പോയിന്റർ ആയിട്ട് മാറും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേഴ്സർ പോയിന്റർ ആയിട്ട് മാറുന്നുണ്ട്, അതായത് ഹാൻഡിൻ്റെ ആ ഒരു ഹാൻഡ് സിമ്പിളായിട്ട് മാറുന്നുണ്ട്. പക്ഷേ വിസിബിലിറ്റി ഹിഡൻ എന്ന പ്രോപ്പർട്ടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കേഴ്സറായിട്ട് മാറുന്നുമില്ല, ആ ഒരു എലമെൻറ്റ് നമുക്ക് കാണാനും സാധിക്കില്ല. പക്ഷേ അതിൻ്റെ സ്പേസ് ഇവിടെ എടുത്തിട്ടുണ്ട്, ആ സ്പേസ് ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ഓക്കെ,
പക്ഷേ നമ്മൾ ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു എലമെൻറ്റേ ഇവിടെ ഉണ്ടാകത്തില്ല. അതാണ് ഈ രണ്ട് പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എലമെൻറ്റിൻ്റെ ഒരു സ്പേസ് പോലും എടുക്കത്തില്ല, അങ്ങനെ ഒരു എലമെൻറ്റ് ഇവിടെ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ആങ്കർ ടാഗ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ വിസിബിലിറ്റി ഹിഡൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടുത്തെ ഈ ബട്ടൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി റിമൂവ് ചെയ്യാൻ പാടില്ല. സോ അതിൻ്റെ രണ്ടും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ വിസിബിലിറ്റിയുടെ രണ്ട് പ്രോപ്പർട്ടീസ്, ഒന്ന് വിസിബിളും അതുപോലെ തന്നെ ഹിഡൻ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊളാപ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി അടുത്തതായിട്ടുള്ള ഡിസ്പ്ലേ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഡിസ്പ്ലേ ഇത് മാത്രമല്ല, ഡിസ്പ്ലേ ഒരുപാട് ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്കുണ്ട്. വിസിബിലിറ്റിയിൽ ആകപ്പാടെ 3 വാല്യൂസ് ഉള്ളൂ: കൊളാപ്സ്, നണ്ണ്, വിസിബിൾ. ഓക്കെ, കൊളാപ്സിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഡിസ്പ്ലേ നണ്ണിനെ കുറിച്ച് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എലമെൻറ്റ് അവിടെ ഉണ്ടായിരിക്കില്ല. സോ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വിസിബിലിറ്റി ഹിഡനും ഡിസ്പ്ലേ നണ്ണും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ്റർവ്യൂസിൽ ഒട്ടുമിക്ക എല്ലാ ഇൻ്റർവ്യൂസിലും ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്പ്ലേ ബ്ലോക്ക് പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു ബട്ടണും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ആങ്കർ ടാഗും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആങ്കർ ടാഗിൻ്റെ ഡീഫാൾട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലൈനിൽ തന്നെ വരുന്നത്, അതായത് ഇൻലൈൻ അതേ ലൈനിൽ തന്നെ വരുന്ന പ്രോപ്പർട്ടീസാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ താഴെ വരുന്നതായിരിക്കും. ആ HTML സെക്ഷനിൽ തന്നെ ആൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. HTML ബ്ലോക്ക് ലെവൽ എലമെൻസും ഉണ്ട്, അതായത് ഇൻലൈൻ എലമെൻസും ഉണ്ട്, ബ്ലോക്ക് ലെവൽ എലമെൻസും ഉണ്ട്. ബ്ലോക്ക് ലൈൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ താഴെയാണ് അടുത്ത എലമെൻറ്റ് വരുന്നതെങ്കിൽ അത് ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ സ്പാൻ ടാഗിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അത് ഇൻലൈൻ ആണ്, അതായത് ഒരേ ലൈനിൽ തന്നെയാണ്. എത്ര സ്പാൻ ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് ഒരേ ലൈനിൽ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കുറേ ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഒരേ ലൈനിൽ തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ ഒരു ലിസ്റ്റ് ഐറ്റം, അൺഓർഡേഡ് ലിസ്റ്റ് ആണെങ്കിലും ഓർഡേഡ് ലിസ്റ്റ് ആണെങ്കിലും ലിസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്? അത് ബ്ലോക്ക് ലെവലാണ്, താഴെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അങ്ങനെ താഴോട്ട് വരുന്ന എല്ലാം ബ്ലോക്ക് ലെവൽ എലമെൻറ്റും അതുപോലെ ഇൻലൈൻ എന്ന് പറഞ്ഞാൽ അതേ ലൈനിൽ തന്നെയാണ്. ഓക്കെ, ഇനി ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഞാൻ ബട്ടനും ആങ്കർ ടാഗിനും ഡിസ്പ്ലേ പ്രോപ്പർട്ടി ബ്ലോക്ക് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഡിസ്പ്ലേ നമ്മൾക്കിവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ജസ്റ്റ് സേവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ആങ്കർ ടാഗ്, അതായത് താഴേക്ക് വന്നിട്ടുണ്ട്. ആങ്കർ ടാഗ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നേരത്തെ ആങ്കർ ടാഗിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഇൻലൈൻ ആണ്, അത് ഒരേ ലൈനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. പക്ഷേ ആങ്കർ ടാഗിന് നമ്മൾ എക്സ്ട്രാ സ്പേസ് കൊടുത്തപ്പം എന്തുണ്ടാവുന്നു? ബ്ലോക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം അത് താഴേക്ക് വരുന്നു. പക്ഷേ ഇവിടെ എക്സ്ട്രാ സ്പേസ് എടുത്തുകൊണ്ട് കംപ്ലീറ്റ് സ്പേസും ഇവിടെ എടുക്കുന്നുണ്ട്. ആങ്കർ ടാഗിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 19px കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിഡ്ത്ത് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇതുപോലെ വിഡ്ത്ത് എത്ര വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. ഇതിൻ്റെ ഒരേ വിഡ്ത്ത് തന്നെ വേണമെങ്കിൽ ഒരു 120 എന്ന് കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, ഏകദേശം അതേ വിഡ്ത്ത് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വിഡ്ത്ത് കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ സ്പേസിങ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടത്? മാർജിൻ ആണോ അതോ പാഡിംഗ് ആണോ? നമ്മൾ മാർജിൻ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ CSS കോഡ് എഴുതി വരുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പ്രോപ്പർട്ടീസ് നമ്മൾ ഇനിയും യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ മാർജിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10px കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു എക്സ്ട്രാ സ്പേസിങ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ മാർജിൻ പ്രോപ്പർട്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് 4 സൈഡിൽ സ്പേസിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും സ്പേസിങ് വന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മാർജിൻ ടോപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ സാധിക്കുന്നതാണ് മാർജിൻ. ഓക്കെ, മാർജിൻ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പേസിങ് പോയി ഇവിടെ മുകളിൽ മാത്രമായിരിക്കും മാർജിൻ വന്നിട്ടുണ്ടാകുന്നത്. ഓക്കെ, സോ ഇതുപോലെയാണ് നമ്മൾ എല്ലാ CSS പ്രോപ്പർട്ടീസ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടി എന്നാണ്. ഇപ്പം ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടി പഠിക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ലിസ്റ്റുകളാണ്. നമ്മൾ പലതരത്തിലുള്ള ലിസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ്, അങ്ങനെ. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഓർഡേഡ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ലിസ്റ്റ് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ലിസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ LI ടാഗാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ അകത്ത് ABC. ഇനി ഞാൻ ഒരു ലിസ്റ്റ് ഐറ്റം കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ 3 ലിസ്റ്റ് ഐറ്റംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഐറ്റം എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലോക്ക് ലെവലായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 1, 2, 3 എന്ന് പറഞ്ഞ് 3 ഡിഫറെൻറ്റ് ലൈൻസിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ OL ടാഗിലുള്ള എല്ലാ ലിസ്റ്റ് ഐറ്റത്തിനും എല്ലാത്തിനും
വേണമെങ്കിൽ നമുക്ക് ഇൻലൈൻ എന്ന് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ലിസ്റ്റ് ഐറ്റത്തിനാണ് പ്രോപ്പർട്ടി കൊടുക്കേണ്ടത്. അപ്പം LI ടാഗാണ്, പേരൻറ്റ് ടാഗ് അല്ല ഉപയോഗിക്കേണ്ടത്. ഏതെങ്കിലും ഒരു എലമെൻറ്റിനാണ് നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കുന്നതെങ്കിൽ ആ എലമെൻ്റ് ആണ് നമ്മൾ സെലക്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പേരൻറ്റ് എലമെൻ്റ് അല്ല. ഓക്കെ, സോ LI ടാഗാണ് ഉപയോഗിക്കേണ്ടത്. LI ടാഗിന് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഡിസ്പ്ലേ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇൻലൈൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇൻലൈൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാം ഒരേ ലൈനിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഡിസ്പ്ലേ ഇൻലൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റണമെങ്കിൽ നമ്മൾ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു 3EM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഡിസ്പ്ലേ ഇൻലൈൻ എന്ന പ്രോപ്പർട്ടി കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഡീഫാൾട്ടായിട്ടുള്ള ഒരു നമ്പറിങ് പോയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ലിസ്റ്റ് ആണെങ്കിലും അൺഓർഡർ ലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതുപോലെ ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഡീഫാൾട്ടുള്ള 1 2 3 പോലത്തെ നമ്പേഴ്സൊക്കെ പോകുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഡിസ്പ്ലേ ബ്ലോക്കിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു. അതുപോലെ തന്നെ ഡിസ്പ്ലേ നൺ പ്രോപ്പർട്ടിനെ കുറിച്ചും പഠിച്ചു. ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറേ ഡിസ്പ്ലേ പ്രോപ്പർട്ടി കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഫ്ലെക്സ് ഒക്കെ പ്രോപ്പർട്ടി ഫ്ലെക്സ് ബോക്സിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ പ്രോപ്പർട്ടി, അതായത് ഇൻലൈൻ ബ്ലോക്ക്, ഫ്ലെക്സ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഇപ്പോൾ പഠിക്കുന്നില്ല. ഇൻലൈൻ ടേബിൾ പ്രോപ്പർട്ടി, അതുപോലെ ലിസ്റ്റ് ഐറ്റം, അങ്ങനത്തെ ഒരുപാട് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊന്നും ഡിസ്പ്ലേ പ്രോപ്പർട്ടിയിൽ വരുന്നല്ല, അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിൾ കോളം എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. അപ്പം ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ പ്രോപ്പർട്ടീസിന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഇൻലൈൻ പ്രോപ്പർട്ടിനെ കുറിച്ചും പഠിച്ചു. ഇനി ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ആൾറെഡി ഇൻലൈൻ പ്രോപ്പർട്ടിനെ കുറിച്ച് പഠിച്ചു. ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലോക്കാണ്, അതോടൊപ്പം തന്നെ ഇൻലൈനുമായിട്ട് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കാണ്, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഇൻലൈനുമാണ്. ബ്ലോക്ക് ലെവൽ പ്രോപ്പർട്ടീസിന് ഒരു പ്രത്യേകത ഉണ്ട്, എക്സ്ട്രാ സ്പേസിംഗ് എടുക്കും. ഇൻലൈൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സ്ട്രാ സ്പേസിംഗ് എടുക്കത്തില്ല. ഓക്കെ, ബ്ലോക്ക് ലെവൽ പ്രോപ്പർട്ടി ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഹെഡിങ് ടാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാനൊരു ഹെഡ് ടാഗ് ആഡ് ചെയ്യുകയാണെങ്കിൽ H1 എന്ന് പറഞ്ഞൊരു ടാഗ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ H1 എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ടാഗ് ഇവിടെ എക്സ്ട്രാ സ്പേസിംഗ് എടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് മുകളിലും താഴെയും എക്സ്ട്രാ സ്പേസിംഗ് എടുക്കും. ഓക്കെ, പക്ഷേ ഇൻലൈൻ പ്രോപ്പർട്ടി ഇതുപോലെ സ്പേസിംഗ് എടുക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ ഹെഡിങ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരേ ലൈനിൽ തന്നെ വരുന്ന കാര്യങ്ങൾക്ക് എക്സ്ട്രാ സ്പേസിംഗ് എടുക്കത്തില്ല. ഉദാഹരണത്തിന് സ്പാൻ ടാഗ്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്പാൻ ടാഗ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ഞാനിവിടെ സ്പാൻ ടാഗ് ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഞാനിതെല്ലാം റിമൂവ് ചെയ്യാൻ പോവാണ്. എന്നിട്ടൊരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാനൊരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെയാണ് നമ്മൾ പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. P ടാഗിൽ ജസ്റ്റ് ഒരു ഡമ്മി പാരഗ്രാഫ് എഴുതാൻ പോവാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ രണ്ട് വേർഡ്സിൻ്റെ ഇടയിൽ ഞാനിവിടെ സ്പാൻ ടാഗ് ഉപയോഗിക്കണം. ഓക്കെ, സ്പാൻ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പാൻ ടാഗ് ഞാൻ ക്ലോസും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒരു റാൻഡം ടൈപ്പിങ്ങിനെ ആഡ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ടൈപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു ജസ്റ്റ് ടൈപ്പിംഗ് ഇവിടെ വന്നിട്ടുണ്ട് എന്നല്ലാതെ ഇൻ ബിറ്റ്വീൻ ഒരു തരത്തിലുള്ള സ്പേസിങ്ങും ഇത് എടുത്തിട്ടില്ല. ഓക്കെ, സോ ഇത് ബ്ലോക്ക് ലെവൽ എലമെൻസിൻ്റെ ഇൻലൈൻ എലമെൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബ്ലോക്ക് ലെവൽ എലമെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം എക്സ്ട്രാ സ്പേസിങ് എടുക്കും. ഉദാഹരണത്തിന് ഹെഡിങ് ടാഗ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് മുകളിലും താഴെയും എക്സ്ട്രാ സ്പേസിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ രണ്ട് പാരഗ്രാഫ് ആണെങ്കിൽ പോലും ഇത്രയും സ്പേസിങ് എടുക്കത്തില്ല. നമുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓരോ എലമെൻറ്റിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. നമുക്കത് വേണമെങ്കിൽ മാറ്റാം എന്നുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് പാരഗ്രാഫിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇത്രയും സ്പേസിംഗ് ആണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഹെഡിങ്ങിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ എക്സ്ട്രാ സ്പേസിംഗ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഹെഡിങ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ചെറിയൊരു ഡിഫറൻസ്. കാരണം ടൈപ്പിങ്ങിലൊക്കെ കാര്യം ഒരുപാട് ഡിഫറൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിയേർഡായിട്ട് തോന്നും. അതുകൊണ്ടാണ് അവർ ഒരുപാട് സ്പേസിംഗ് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു സ്പേസിങ്ങും ഈ രണ്ട് എലമെൻറ്റ് ഇൻ ബിറ്റ്വീൻ ഈ ഒരു സ്പേസിങ്ങും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഈ കേഴ്സർ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഈ ഒരു കേഴ്സറിൻ്റെ കംപ്ലീറ്റ് സൈസ് ഇതിന് പകുതി മാത്രമേ ഇതെടുക്കുന്നുള്ളൂ, പകുതിയിൽ ഒരു 1/4 എടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേഴ്സറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടൊരു സ്പേസിങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, കേഴ്സർ മുകളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു കേഴ്സറിൻ്റെ അതേ സൈസിലാണ് ഈ രണ്ട് ഹെഡിങ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം നമ്മളിവിടെ സ്പാൻ ടാഗ് ഉപയോഗിച്ചിട്ട് ആ സ്പാനിന് യാതൊരു വിധത്തിലുള്ള സ്പേസിങ്ങും എടുത്തിട്ടില്ല. ഓക്കെ, ഉദാഹരണത്തിന് സ്പാൻ എന്ന് പറഞ്ഞ ടാഗ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആയതുകൊണ്ടാണ്
അങ്ങനത്തെ ഒരു സ്പേസിങ് എടുക്കാത്തത്. അപ്പം ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ നോർമലായിട്ട് ഇവിടെ ഇതിൻ്റെ കോഡില്ലാതെ ഈ ഒരു പാരഗ്രാഫ് നോർമലായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള സ്പേസിങ് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം നമ്മളിവിടെ സ്പാൻ ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഇൻലൈനും ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകാനായിട്ടാണ്. ഓക്കെ, സോ ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഒക്കെ പ്രോപ്പർട്ടി, ഇപ്പോൾ നമ്മൾ ഒരു ഇൻലൈനിൽ ഇരിക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിലും അതിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഒന്നും ബാധകമായിരിക്കില്ല ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ബട്ട് ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്തും ബാധകമായിരിക്കും. ഓക്കെ, അതാണ് ഡിസ്പ്ലേ ഇൻലൈനും ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പാരഗ്രാഫ് ഇവിടെയുണ്ട്. ഇനി ഞാൻ ഈ സ്പാൻ ടാഗിന് ഒരു ID കൊടുക്കുകയാണ്, കാരണം രണ്ട് സ്പാനാണ്. ഞാൻ ഇതിന് ഡിസ്പ്ലേ ഇൻലൈനും ഇതിന് ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടിയാണ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഒരു സ്പാൻ കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്പാൻ. ഓക്കെ, ഈ സ്പാൻ്റെ അകത്ത് ഞാൻ വേറെ കുറച്ച് കണ്ടന്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഒരു കണ്ടന്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനും അതേ സൈസിൽ തന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഏകദേശം രണ്ടും ഒരേപോലത്തെ കണ്ടന്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റാൻഡം ടൈപ്പിംഗ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഞാൻ ഈ കാണുന്ന സ്പാനിന് ഒരു ID കൊടുക്കാൻ പോവാണ്. ID എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ഡിസ്പ്ലേ ID എന്ന് പറഞ്ഞാൽ IN എന്ന് കൊടുക്കാം. ഓക്കെ, INBL എന്ന് കൊടുക്കാം. സോറി, ഇതിന് IN എന്ന് മാത്രം കൊടുത്താൽ മതി. രണ്ടാമത്തേന് ഇൻലൈൻ ബ്ലോക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, അതിന് INBL നമുക്ക് കൊടുക്കാം. ഓക്കെ, ID എടുക്കുക, IN എന്നിട്ട് ഒരു അണ്ടർസ്കോർ ഇട്ടിട്ട് BL എന്ന് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് IDസിൽ കൊടുക്കണമെങ്കിൽ ഇതുപോലെ അണ്ടർസ്കോർ ഉപയോഗിക്കാവുന്നതാണ്. എക്സ്ട്രാ ക്യാരക്ടർ @ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അണ്ടർസ്കോർ ആണ്. IDക്കും ക്ലാസ് നെയിമും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്പേസിങ് ആഡ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ പകരം നമ്മൾ അണ്ടർസ്കോർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ സ്ലാഷ് സിമ്പിളും ഇതുപോലെ ഹൈഫണും യൂസ് ചെയ്യാൻ പാടില്ല. ഇൻ ബിറ്റ്വീൻ ഹൈഫൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ അത് ചിലപ്പം പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, CSSൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ അത് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് IDസും ക്ലാസ് നെയിം കൊടുക്കുമ്പം അതുപോലെ തന്നെ കോളൻ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ, അതായത് IDs ക്ലാസ് നെയിം ക്രിയേറ്റ് ചെയ്യുമ്പം നെയിമിങ്ങിൽ അലൗഡ് ആയിട്ടുള്ള ഒരേ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ അണ്ടർസ്കോർ മാത്രമാണ്. ഓക്കെ, സോ ഇതുപോലെ അണ്ടർസ്കോർ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ സ്പാനിന് മാത്രമായിട്ട് പ്രോപ്പർട്ടി കൊടുക്കാൻ പോവാണ്. ഓക്കെ, അതായത് ഞാൻ ഇതിന് കൊടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ IN എന്നൊരു പ്രോപ്പർട്ടി കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഇൻലൈൻ സ്പാനും IN എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ID ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇൻലൈൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ കോമ ഇട്ടിട്ട് IN അതുപോലെ തന്നെ ബ്ലോക്ക്. ഓക്കെ, ഇൻലൈൻ ബ്ലോക്കിനും നമ്മളൊരു പ്രോപ്പർട്ടി കൊടുക്കാൻ പോവാണ്. ഓക്കെ, INBL തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ ആസ് സിമ്പിൾ ആദ്യം ആഡ് ചെയ്യാം. ഓക്കെ, ആസ് സിമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മിസ് ഇൻഫോർമേഷൻ ആയിട്ട് തോന്നും. ഓക്കെ, ഇനി ഞാൻ ഇതിന് കോമൺ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുക്കാൻ പോവാണ്. ഉദാഹരണത്തിന് ബാക്ക്ഗ്രൗണ്ട് കളർ. ഒരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു കളർ പ്രോപ്പർട്ടി ഞാൻ കൊടുക്കുന്നു. ബ്ലൂ വയലറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കളറും കൊടുക്കുകയാണ്. എങ്കിൽ നമുക്ക് ആ ടെസ്റ്റ് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വൈറ്റ് കളർ കൊടുക്കണമെങ്കിൽ 3F യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ഇത് ഹെക്സാഡെസിമൽ കളറാണ്. നമുക്ക് ഹെക്സാഡെസിമൽ ഇതുപോലെയും എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് വിഡ്ത്തും ഹൈറ്റുമാണ്. ഇതിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഡ്ത്തും ഹൈറ്റും കൊടുക്കാം. വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 100 px അതുപോലെ തന്നെ ഹൈറ്റും ഒരു 100 px കൊടുക്കാമാണ്. ഓക്കെ, ഇപ്പം ഇൻലൈൻ ബ്ലോക്കിനും ഇവിടെ പ്രോപ്പർട്ടി വന്നിട്ടില്ല. നമുക്ക് നോക്കാം. സോറി, ഇവിടെ നമ്മൾ അണ്ടർസ്കോർ ആണ് ഉപയോഗിക്കേണ്ടത്, സ്ലാഷ് സിമ്പിൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പം നമുക്ക് പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ഇവിടെ അണ്ടർസ്കോർ ഡാഷ് സിമ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി വരത്തില്ല, കാരണം നമ്മളിവിടെ അണ്ടർസ്കോർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, എനിവേ ഇതിൻ്റെ അകത്ത് അണ്ടർസ്കോർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സോറി ഫോർ ദാറ്റ്, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. എനിവേ, ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിന് ഒരു പാഡിങ് പ്രോപ്പർട്ടിയും കൂടെ കൊടുക്കാൻ പോവാണ്. പാഡിങ് എല്ലാ സൈഡിലും ഞാൻ പാഡിങ് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 10 px കൊടുക്കാം. ഓക്കെ, 10 px പാഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വേർഡ് മാത്രം കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ഇതിനിപ്പോൾ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ മാർജിൻ പ്രോപ്പർട്ടിയും കൊടുക്കാവുന്നതാണ്. ഓക്കെ, വേണ്ട, മാർജിൻ നമുക്ക് ഇതിന് ശേഷം കൊടുക്കാം. ഓക്കെ, മാർജിൻ ലാസ്റ്റ് കൊടുക്കാം, എങ്കിൽ മാത്രമേ എനിക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാകത്തുള്ളൂ. എനിവേ, ഇനി ഞാൻ ഇൻലൈൻ പ്രോപ്പർട്ടിക്ക് മാത്രം, അതായത് IN മാത്രം ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് കൊടുക്കാൻ പോവാണ്.
ഇപ്പോൾ ഇത് രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. അത് ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ അതുപോലെ തന്നെ വിഡ്ത്ത്, ഹൈറ്റ്, പാഡിങ് എല്ലാം കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇനി ഞാൻ ഇൻലൈനും ഇൻലൈൻ ബ്ലോക്കിനും വേണ്ടി മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻലൈൻ ബ്ലോക്കും ഇൻലൈനും ഉപയോഗിക്കാൻ പോകണം. അപ്പം IN നമ്മൾ ഡിസ്പ്ലേ കൊടുത്തിട്ട് ഇൻലൈൻ എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ INBL എന്ന് കൊടുത്തിരിക്കുന്ന അതിന് ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് മാത്രം പഠിച്ചാൽ മതി. ഇൻലൈൻ ഫ്ലെക്സ് ഒക്കെ നമ്മൾ ഫ്ലെക്സ് ബോക്സിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം പഠിക്കേണ്ട പ്രോപ്പർട്ടീസാണ്. സോ അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. സോ ഞാൻ ആദ്യം ഇവിടെ ഡിസ്പ്ലേ ഇൻലൈൻ എന്നും കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്നും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ ആദ്യം ഇവിടെ ഡിസ്പ്ലേ ഇൻലൈൻ ആണെങ്കിലും ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് ആണെങ്കിലും ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ സാധിക്കും. പക്ഷേ ഇതിന് രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഒരുപോലെ തന്നെയാണ്. അതായത് വിഡ്ത്ത്, ഹൈറ്റ്, പാഡിങ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ കളറ്, ബാക്ക്ഗ്രൗണ്ട് കളറ്. ഈ പ്രോപ്പർട്ടി രണ്ടെണ്ണത്തിനും കോമൺ ആണ്. പക്ഷേ നമ്മൾ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബിഹേവിയർ ചേഞ്ച് ആയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി റിമൂവ് ചെയ്യുവാണ്. ഡിസ്പ്ലേ ഈ 2 പ്രോപ്പർട്ടിയും റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് പ്രോപ്പർട്ടീസും റിമൂവ് ചെയ്യുകയാണ്. ഇത് രണ്ടും ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പും വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഉള്ള സമയത്തും യാതൊരു ഡിഫറൻസും ഇതിന് വന്നിട്ടില്ല. അതായത് ഇൻലൈനിൽ വരുന്ന എല്ലാ എലമെൻറ്റിനും വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് അഫക്റ്റ് ചെയ്യത്തില്ല. ഡിസ്പ്ലേ ഇൻലൈൻ, അതായത് സ്പാനിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ ഇൻലൈൻ എന്നുള്ളത്. സ്പാൻ ആൾറെഡി ഡിസ്പ്ലേ ഇൻലൈൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുള്ള ഒരു എലമെൻറ്റിനും വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് അഫക്റ്റ് ചെയ്യത്തില്ല. അതായത് ഇവിടെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഞാൻ കൊടുക്കുമ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴും നമുക്ക് ഇവിടെ ഒരു ഡിഫറൻസും വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ വിഡ്ത്ത് എന്ന് പറഞ്ഞത് ഇപ്പോൾ 500 px ആക്കിയെന്ന് വിചാരിക്കാം. 500 px ആക്കിയാലും അതിൻ്റെ ഏതാണോ സൈസ് ആ ഒരു സൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു ഡിഫറൻസും വന്നിട്ടില്ല. അത് ഡിസ്പ്ലേ ഇൻലൈനിൽ വരുന്ന എല്ലാ എലമെൻറ്റും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇൻലൈൻ എലമെൻ്റാണ് സ്പാൻ എന്ന് പറഞ്ഞത്. സ്പാനിന് ഞാനിവിടെ ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടില്ല, എങ്കിലും അതിൻ്റെ വിഡ്ത്ത് അതിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഹൈറ്റും അഫക്റ്റ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തിട്ട് അതിന് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സൈസ് ചേഞ്ച് ആവത്തില്ല. നിങ്ങൾക്ക് സൈസ് ഇതിൻ്റെ ഇനിയിപ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞത് പാഡിംഗ് ആണ്. പാഡിംഗ് ആണ്. നമുക്ക് മാർജിനും കൂടെ കൊടുത്തു നോക്കാം. ഡിസ്പ്ലേ ഇൻലൈൻ ആയിട്ടുള്ള എലമെൻറ്റ് മാർജിൻ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പം മാർജിൻ ഞാൻ കൊടുക്കുവാണ്, ഇതിൻ്റെ അകത്തൊരു 30 px എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാർജിൻ ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മാർജിൻ ബോട്ടം അഫക്റ്റ് ചെയ്തിട്ടില്ല. അതായത് ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻ അഫക്റ്റ് ചെയ്യത്തില്ല, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ മാത്രം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ മാർജിൻ പ്രോപ്പർട്ടി ഇതുപോലെ തന്നെയാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാത്രം അഫക്റ്റ് ചെയ്യത്തുള്ളൂ, ടോപ്പ് ആൻഡ് ബോട്ടം അഫക്റ്റ് ചെയ്യത്തില്ല. ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടി ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ അകത്ത് സ്പേസിങ് ആഡ് ചെയ്യണമെങ്കിൽ പാഡിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കാവുന്നതാണ്. പാഡിംഗ് ഞാനിപ്പം ഒരു 50 px കൊടുക്കുകയാണ്. 50 px പാഡിംഗ് നിങ്ങൾക്ക് എല്ലാ സൈഡിലും അഫക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാഡിംഗ് എല്ലാ സൈഡിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, മുകളിലും താഴെ എല്ലാം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, താഴോട്ടും സൈസ് ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ട്. പാഡിംഗ് അഫക്റ്റ് ചെയ്യും, പക്ഷേ മാർജിൻ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇതാണ് പാഡിങ്ങും മാർജിനും. നിങ്ങൾക്ക് സ്പേസിങ് ആഡ് ചെയ്യണമെങ്കിൽ ഇൻബിറ്റ്വീൻ ഇതുപോലെ എന്തെങ്കിലും സ്പേസിങ് ആഡ് ചെയ്യണമെങ്കിൽ മാർജിൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉപയോഗിക്കാം, ടോപ്പ് ആൻഡ് ബോട്ടം ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ പാഡിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാഡിങ്ങും അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടിക്ക് ഒരു പ്രോപ്പർട്ടി, അതായത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് പ്രോപ്പർട്ടി അഫക്റ്റ് ചെയ്യത്തില്ല. ഇനി അതിനെ അഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടിയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസ്പ്ലേ ഇൻലൈൻ ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഇൻലൈൻ പ്രോപ്പർട്ടി ബ്ലോക്ക് കൊടുത്തു കഴിയുമ്പം ഇതിന് വിഡ്ത്തും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈറ്റും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മാർജിൻ കൊടുത്തു നോക്കാം, മാർജിൻ ബോട്ടം കൊടുത്തു നോക്കാം. മാർജിൻ ബോട്ടം ഞാൻ ഇട്ടിട്ട് ഒരു 40 px ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യത്തേതിന് 40 px അഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഡിസ്പ്ലേ ഇൻലൈൻ എന്ന പ്രോപ്പർട്ടി ഡീഫാൾട്ടായിട്ടായ പ്രോപ്പർട്ടി തന്നെയാണ്. അതായത് ഡിസ്പ്ലേ ഇൻലൈൻ ആയിട്ട് കാണുന്ന എലിമെൻറ്റിന് നമ്മൾ മാർജിൻ ടോപ്പ് ആൻഡ് ബോട്ടം അഫക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെയാണ് ഇതിവിടെ മാർജിൻ ബോട്ടം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്ന് കൊടുക്കുമ്പം അതിന് മാർജിൻ താഴത്തേത് അഫക്റ്റ് ചെയ്യും. അതായത് 4 സൈഡിലും മാർജിൻ അഫക്റ്റ് ചെയ്യും. ഡിസ്പ്ലേ ഇൻലൈൻ ആണെങ്കിൽ മാർജിൻ നമ്മൾ അതായത് മാർജിൻ ബോട്ടം ഇല്ലാതെ മാർജിൻ ഞാൻ കൊടുക്കുവാണ്. ബോട്ടം ഇല്ലാതെ മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ മാത്രം മാർജിൻ അഫക്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ മാത്രം മാർജിൻ അഫക്റ്റ് ചെയ്യും. പക്ഷേ
നമ്മൾ ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കാണ് കൊടുക്കുന്നതെങ്കിൽ 4 സൈഡിലും മാർജിൻ എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഡിസ്പ്ലേ ഇൻലൈനും ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇൻലൈൻ ബ്ലോക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വിഡ്ത്ത്, ഹൈറ്റ്, പാഡിംഗ്, മാർജിൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ് അതിനെ അഫക്റ്റ് ചെയ്യും. ഡിസ്പ്ലേ ഇൻലൈൻ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 4 പ്രോപ്പർട്ടീസ് അഫക്റ്റ് ചെയ്യത്തില്ല. പാഡിങ്ങും മാർജിനും അഫക്റ്റ് ചെയ്യും. എവിടെയാണ്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ, അതായത് 2 റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മാത്രം അതിൻ്റെ പാഡിങ്ങും അഫക്റ്റ് ചെയ്യും, മാർജിനും അഫക്റ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ ബോട്ടം ആൻഡ് അപ്പ്, അതായത് മുകളിലും താഴെയും പാഡിങ്ങും അതുപോലെ തന്നെ മാർജിനും അഫക്റ്റ് ചെയ്യത്തില്ല. ഈ 2 പ്രോപ്പർട്ടി മുകളിലും താഴെ അഫക്റ്റ് ചെയ്യത്തില്ല, ഏതാണെങ്കിൽ ഡിസ്പ്ലേ ഇൻലൈൻ ആണെങ്കിൽ. ഓക്കെ, ഇനി ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് ആണെങ്കിൽ 4 സൈഡിലും അഫക്റ്റ് ചെയ്യും. അതായത് നോർമൽ ആയിട്ടുള്ള എലമെൻറ്റിന് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് അതുപോലെ തന്നെ പാഡിങ്, മാർജിൻ, ഈ പ്രോപ്പർട്ടീസ് എല്ലാം എങ്ങനെയാണോ അഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അഫക്റ്റ് ചെയ്യും, പക്ഷേ ഒരേ ലൈനിൽ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറഞ്ഞത്. ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ബ്ലോക്കിൻ്റെ എല്ലാ CSS പ്രോപ്പർട്ടീസും ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കിൽ സപ്പോർട്ട് ചെയ്യും, പക്ഷേ അത് ഒരേ ലൈനിൽ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അതായത് ഒരേ ലൈനിൽ തന്നെ വന്നുകൊണ്ട് ബ്ലോക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ CSS പ്രോപ്പർട്ടീസും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരേ ലൈനിൽ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, സാധാരണ ഇൻലൈൻ ആയിട്ടുള്ള ഒരു എലമെൻറ്റിനും ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ 4 പ്രോപ്പർട്ടീസ് അഫക്റ്റ് ചെയ്യത്തില്ല. ഇനി ഡീഫാൾട്ടായിട്ട് ഇൻലൈനിൽ കാണിക്കുന്ന സ്പാൻ പോലത്തെയുള്ള എലമെൻറ്റുകളാണെങ്കിൽ അതിന് ഡീഫാൾട്ടായിട്ട് ഈ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ വർക്ക് ആവുന്നില്ല. അതായത് വിഡ്ത്ത്, ഹൈറ്റ് അഫക്റ്റ് ചെയ്യത്തില്ല, അതുപോലെ തന്നെ പാഡിങ് ബോട്ടം ടോപ്പും അഫക്റ്റ് ചെയ്യത്തില്ല, മാർജിനും ബോട്ടം ടോപ്പും അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ ഇതാണ് ഡിസ്പ്ലേ ഇൻലൈനും ഇൻലൈൻ ബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്പ്ലേ ഫ്ലെക്സ് ബോക്സിനെ കുറിച്ചൊക്കെ പഠിച്ച് കഴിയുമ്പോൾ അത് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ആണ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ കുറേയും കൂടെ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഫ്ലെക്സ് ബോക്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫ്ലെക്സ് ബോക്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പം ഡിസ്പ്ലേ ഫ്ലെക്സ്, ഇൻലൈൻ ഫ്ലെക്സ്, അത്തരം പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം ജസ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഈ 3 പ്രോപ്പർട്ടീസ്, അതായത് ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു, ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഡിസ്പ്ലേ ഇൻലൈനെ കുറിച്ച് പഠിച്ചു, ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വിസിബിലിറ്റി, ഹിഡൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസിനെ കുറിച്ചും നമ്മൾ പഠിച്ചാണ്. ഓക്കെ, വിസിബിലിറ്റി, ഹിഡൻ, ഡിസ്പ്ലേ നണ്ണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇൻ്റർവ്യൂസ് ചോദിക്കും. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇൻലൈനും ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കും. ഡിസ്പ്ലേ ഇൻലൈനും ഡിസ്പ്ലേ ബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കും. ഡിസ്പ്ലേ ഇൻലൈനും ബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ബ്ലോക്കായിട്ട് കാണിക്കും, ഇതുപോലെ ഹെഡിങ് ടാഗ് പോലെ ബ്ലോക്കായിട്ട് സെക്കൻഡ് ലൈൻ ബൈ ലൈനായിട്ടായിരിക്കും അത് കാണിക്കുന്നത്. ഓക്കെ, ഇൻലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ ലൈനിൽ തന്നെ എല്ലാം വരും. ജസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതുന്ന പോലെ അല്ലെങ്കിൽ പാരഗ്രാഫിൻ്റെ അകത്ത് കണ്ടന്റ് ആഡ് ചെയ്യുന്ന പോലെ ഡിസ്പ്ലേ ഇൻലൈൻ. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്പാൻ ടാഗ് ഡിസ്പ്ലേ ഇൻലൈൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഡിസ്പ്ലേ ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ഹെഡിങ്, പാരഗ്രാഫ്, അതുപോലെ ലിസ്റ്റ്, ഇതെല്ലാം ഡിസ്പ്ലേ ബ്ലോക്കിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ CSSൻ്റെ ഇമ്പോർട്ടൻറ്റ് റൂളിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഓക്കെ.